വേറെ ഒന്നും പറയാനില്ല, അവള് കൊന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. അഞ്ചെണ്ണത്തിലെ ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കം ഉണ്ടാവാറുണ്ടെങ്കിലും അത് അധികം നീണ്ടു പോകുന്നില്ല. അതേ സൗന്ദര്യപ്പണക്കം എന്തിനാ ഉണ്ടാവണം? ഇവള് ഈ 5 മണിക്ക് ഇവനെ വിളിച്ച് അവമാനിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് അവളുടെ മുമ്പിൽ വെച്ച് വാതിൽ അങ്ങോട്ട് അടച്ചു അത്രേ. അടച്ചിട്ട് പിന്നെ വിളിച്ചാൽ കൊണ്ടിരുന്നില്ല. അപ്പൊ ഇവള് ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞു, അവിടെയുള്ള ആൾക്കാരൊക്കെ അവൾക്ക് നമ്പർ അറിയാം. ഒരാളോട് പറയാറുണ്ട് അവള്. അവൻ മരിച്ചിട്ട് എത്തിയിട്ടില്ല. അതിൻ്റെ മുമ്പേ വിധവാ പെൻഷൻ കിട്ടില്ല എന്ന് അവൾ എന്നോട് ചോദിക്കണേ. അവൻ വീട്ടിലെത്തിയിട്ടില്ല. അതിൻ്റെ മുമ്പേ അവൾ ചോദിക്കുക എന്നോട്. ഭർത്താവ് മരിച്ചതിൽ ഒരു വിഷമവും ഇല്ലെന്നാണ് അമ്മ പറയുന്നത്. ഇത് മരിച്ചു എന്ന് കേട്ടപ്പോൾ അവൾക്ക് സമാധാനമായിരുന്നു. അവൾക്കൊരു വിഷമമില്ല. എന്തൊരു പ്രശ്നം വന്നാലും ചേച്ചിയാണ് അങ്ങോട്ട് പോയി സോറി പറയാ. അവന് അത്ര വിലയില്ല, അവനെ വിലയില്ല എന്നും അവൾക്ക് അവനെ പറ്റിയിട്ടില്ല. നോണ നേരെ തിരിച്ചാണ്. അനിയനാണാണ്, നിങ്ങൾ കൊള്ളരാത്തവനാണെന്ന് പറഞ്ഞിട്ട് നാണം കെടുത്ത് തന്നെ 4 കൊല്ലം തുന്നൽ പഠിക്കാനാ പറഞ്ഞിട്ട് വേഗം തൂക്കിപ്പോയി. ഒരു ജാക്കറ്റ് അവൾ അടിച്ചു വെച്ചാൽ എന്ത് പറയുന്നു? ഇവനെ വലിയ പൈസയും വാങ്ങി ഇവള് ഈ രാവിലെ പുറപ്പെട്ട് പോകും, അന്ത്യാകുമ്പോൾ കയറി വരിക. അങ്ങനെ ഓരോന്നിനും അവൾ ഓരോരോ കാരണം അവളുണ്ടാക്കും. അവൾ മകളെ കുറ്റം പറയും. എന്താ അവളെ ഞങ്ങൾ ദ്രോഹിച്ചു പറയണ്ട. ഇവള് എന്ത് ഞങ്ങൾ ദ്രോഹിച്ചു എന്നൊന്ന് പറയിപ്പിക്കാൻ ഒരാളുണ്ടോ? അവളെ ഭർത്താവിന് അവൾ കൊടുക്കില്ല. ഭർത്താവിൻ്റെ ഒപ്പം ഇരുന്ന് ഉണ്ണില്ല ഈ പെണ്ണുരുത്തി. അപ്പോൾ അവന് ഞാനാ കൊടുക്കുക. അവന് ഞാൻ വിളമ്പി കൊടുക്കും. അവൾക്ക് വേണ്ടത് അവൾ പോയതിൻ്റെ ശേഷം ഉണ്ണും. അപ്പോൾ അവിടെ ഈ വീട്ടിൽ ഞങ്ങൾ തമ്മിത്തല്ലില്ല. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ സ്നേഹം കണ്ട് കൊതിച്ചോളാണ്. അപ്പം ഞങ്ങളെ കൊണ്ടാണ് തമ്മിൽ തല്ലി അടിച്ച് പിരിഞ്ഞു. ഒരു വീഡിയോയിൽ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂരം കാണാൻ വേണ്ടിയിട്ട് അന്നത്തേക്ക് ലീവ് ചോദിച്ചതാണ്, അല്ലാതെ അതിന് മുന്നേ വരുന്നില്ല. ഗൾഫിൽ പോയാൽ പിന്നെ അവന് പൂരമില്ല, വേലയില്ല, ഒന്നുമില്ല. ഈ മക്കളെ വളർത്തണം, ഭാര്യയെ സന്തോഷിപ്പിക്കണം പറഞ്ഞിട്ടില്ല. ഈ പാടുപാടലും പണി തന്നെ ഉള്ളൂ. വീട് വെച്ചല്ലോ, അപ്പം വീട് വെച്ചതിന് ലോണും കാര്യങ്ങളും എന്നെ വണ്ടി എടുത്തു. പക്ഷേ ചേട്ടൻ അവിടുന്ന് കുറച്ച് പൈസ മാത്രമേ ഇങ്ങോട്ട് അയക്കുന്നുള്ളൂ. മക്കളെ പഠിപ്പും ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ചേച്ചി തന്നെയാണെന്നാണ് പറഞ്ഞത്. ചേച്ചി എന്നാ കാശുണ്ടാക്കാൻ തുടങ്ങിയത്? അവള് ജനിച്ചോളുമ്പോൾ അവള് ജോലി കൊണ്ടാകുന്നു. ഇപ്പൊ 3.5 കൊല്ലമായിട്ടുള്ളൂ അവള് പോയി ഈ വായിട്ടലച്ച് കാശുണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ലോൺ എടുത്തിട്ടല്ലേ വീടുണ്ടാക്കിയിരുന്നത്? അല്ല, ലോൺ എടുത്തിട്ടില്ല. ലോറിയിൽ അവൻ പണിക്ക് പോയായിരുന്നു. ആ കമ്പനിയുടെ മുതലാളി കയറ്റി കൊടുത്തത്. അയാൾ കോൺട്രാക്ടറുകാരനാ. ഈ മുന്നേ ഇങ്ങനെ ഒരു ആത്മഹത്യാശ്രമം നടത്തിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവള് സ്വന്തം നോണ പറയേണ്ടത്. എൻ്റെ മകൻ അങ്ങനെ നടത്തിയാൽ പിന്നെ അത് നടന്നിരിക്കും. പിന്നെ അവനത് നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല, വരൂല്ല. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് യൂട്യൂബിലെ ഉണ്ണിവാവ വ്ളോഗ്സ് എന്ന ഫാമിലിയിലെ കൃഷ്ണകുമാർ ചേട്ടൻ സൂയിസൈഡ് ചെയ്തത്. ഇപ്പം ഞാനുള്ളത് ചേട്ടൻ്റെ അമ്മയുടെ അടുത്താണ്. അപ്പോൾ നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടായിരിക്കും ചേട്ടന് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന്. അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് ഈ പെട്ടെന്നുണ്ടായ ഈ ഒരു വിയോഗത്തിൽ? എനിക്ക് ഒന്നും തോന്നാനില്ല. അവള് വന്ന് ഞങ്ങൾ തിരുവോണത്തിന് കഴിഞ്ഞ കൊല്ലം ഒന്നും തോന്നില്ല. എല്ലാ കൊല്ലം എനിക്ക് ഓണപ്പുഴ തരാറുണ്ട്. ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഇവിടെ ആകുമ്പോഴും അവർ വന്നിട്ട് ഓണപ്പുഴ തരും ഓണത്തിന്. കഴിഞ്ഞ കൊല്ലം തന്നില്ല. ഈ കൊല്ലം ഓണത്തിന് വീടായി തെറ്റല്ല. എന്നിട്ട് ഒരു പഠിക്കൽ വാവ പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി പഠിക്കൽ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഓണപ്പുഴ തന്നു. 2000 ഉറുപ്പ്യം മാസം തരാറുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 10 മാസമായി. അതിന് ശേഷം ഒരു തവണ 2000 ഉറുപ്പ്യ തന്നു. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഈ തിരുവോണനാളിൽ 2000 ഉറുപ്പ്യ തന്നു. അത് തന്നിട്ട് അവർ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അവർ പോയി. ഞങ്ങളിവിടെ ഓണമൊക്കെ ആഘോഷിച്ച് കഴിച്ചു. അപ്പോൾ പിന്നെ കുറേ രാത്രി ആയപ്പോഴാണ് രാത്രി എൻ്റെ അവിടുത്തെ മകളുണ്ട് പറഞ്ഞില്ലേ, അവർ കാറോട് പോയി അവളെ ഏൽപ്പിച്ചിട്ട് പോയി പടി പൂട്ടാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ വൈകുന്നേരം പടി പൂട്ടും ചെയ്തു. രാവിലെ നേരം വിളിച്ചാകുമ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവിടെ 3-4 വണ്ടിയും ലൈറ്റും ഒക്കെ. ഈ 5 മണിക്ക് മരിച്ചിറങ്ങണം.
ഇവളെ പിന്നെ അടിയമ്പാറയ്ക്ക് പോയി. അവിടെ പോയിടുമ്പോൾ അവരുടെ ഊണും തീനൊക്കെ കഴിഞ്ഞിട്ട് ഇവനെ വിളിച്ച് അവമാനിക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് അവൻ ഏറി 5 മണി വരെ ഇവള് വർത്താനം പറഞ്ഞു. അങ്ങനെ അവനെ അവമാനിച്ച് അന്ന് വീഡിയോ കോൾ വിളിച്ച് ഈ ഇവള് ഒരു ഊണും തീനും കഴിഞ്ഞിട്ട് ഇവനെ വിളിക്കാനായിട്ട് തുടങ്ങിയിട്ട് 5 മണി വരെ അവൾ വിളിച്ചു. ഉച്ചയ്ക്ക് വിളിക്കാൻ തുടങ്ങി. വിളിച്ച് വർത്താനം പറഞ്ഞ് ഏറി അതിനെ ചൊടി കയറ്റി അവളുടെ മുമ്പിൽ വെച്ച് തന്നെ അവൻ വാതിലടച്ചു ഇത്രേ. വീഡിയോ കോളിൽ ഇരിക്കുമ്പോഴാണ് വാതിലടച്ചത്. വാതിലടച്ച് പിന്നെ അവൻ വിളിച്ചിട്ട് മുണ്ടിയിട്ടില്ലാന്ന്. പിന്നെ വിളിച്ചാൽ കിട്ടണില്ല. അപ്പോൾ അവൾക്ക് അവളെ അടുത്ത് തെറ്റില്ല വെച്ചാൽ എത്ര ആൾക്കാർ കമ്പനിക്കാർ അവൻ്റെ ചോട്ടിൽ തന്നെ ചായക്കട എത്ര അവൻ്റെ ഇരിക്കുന്ന വീടിൻ്റെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ എൻ്റെ കുട്ടി ജീവൻ കൊടുക്കുമോ? ആരെങ്കിലും കണ്ടെത്തിയായിരുന്നില്ലേ? എന്താ അവളത് ചെയ്യാഞ്ഞ്? എന്നിട്ട് അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഇവള് നല്ല ഭാര്യയാണെന്നല്ല വിചാരം. അപ്പോൾ അത് അറിയിക്കാതിരിക്കാൻ അങ്ങനെ എന്തോ ഒരു ബോധക്ഷയം ഉണ്ടായി. ആശുപത്രിയിലാണ്, ബോധം തെളിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോൾ പിന്നെ മെല്ലായിട്ടാത്ര പിന്നെ രക്ഷയില്ല, മരിച്ചു എന്ന് പറഞ്ഞ് പിന്നെ തൂങ്ങി മരിച്ചു എന്ന് പിന്നീടാ പറഞ്ഞുള്ളൂ. അത്ര ഇവളെ ബഹുമാനിച്ചിട്ട് ഇത് മരിച്ചു എന്ന് കേട്ടപ്പോൾ അവൾക്ക് സമാധാനമായിരിക്കണം. എന്നിട്ട് അപ്പോൾ അത് എന്തെങ്കിലും ഇപ്പം ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അറിയിക്കണ്ടേ? അവളാണോ എൻ്റെ മകൻ്റെ ഉത്തരവാദിക്കാർ? അറിയിച്ചേ നേരം വലിച്ചായിട്ട് അവിടുന്ന് ഇത് മരിച്ചു എന്ന് അറിഞ്ഞിട്ട് അവർ പോകുന്നുള്ളൂ. മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ 3-4 വണ്ടി ആൾക്കാർ ഡ്രസ്സിൽ അവരോട് വന്നിട്ടുണ്ട്. മടയമ്പാറയ്ക്ക് വന്നിട്ടുണ്ട്. ഇടത്തിയും എത്ര മക്കളൊക്കെ മരുമക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ അവർ ഇവിടെ വന്നിട്ട് രാവിലെ എൻ്റെ മകൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവളോട് പടി പൂട്ടാൻ പറഞ്ഞിട്ടാണ് പോയി. ഇവർ കാർ കൊണ്ട് പോകില്ല. പടി എന്തിയാകുമ്പോൾ പൂട്ടിയിട്ട് എന്താ ഇപ്പോൾ ഇപ്പോൾ അവിടെ ലൈറ്റും ഇങ്ങനെ അത്ര വണ്ടിയൊക്കെ എന്താ നിൽക്കണമെന്ന് വെച്ചിട്ട് ഇവള് രാവിലെ അവിടെ പോയി നോക്കിയതാത്രേ. പോയി നോക്കിയപ്പോൾ നിങ്ങളല്ലേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നുള്ളൂ പറഞ്ഞ്. പിന്നെ എന്താ ഇപ്പോൾ തന്നെ പോകുന്നത്, എന്താ ഇവരൊക്കെ വന്നിറങ്ങുന്നത് ചോദിക്കാത്ര ഇവള്. അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അവള് പറയണത് ഏട്ടനെന്തോ ചെയ്തു ഇത്രേന്ന്. അവിടുന്ന് എന്താ ചെയ്തു ഇത്രയെന്ന്. അത് കേട്ടത് അവളാ വിളിച്ച് ആദ്യം അവൾ എന്നെ വിളിച്ചു. എന്നിട്ട് എൻ്റെ ഈ മകനെ വിളിച്ചു അവള്. പിന്നെയാണ് അങ്ങനെ ഞാൻ എൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ചു, ഓരോരുത്തരെയൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞത്. അല്ലാതെ ഇവള് ഒരാളെ വിളിച്ചില്ല, ഒരാളോട് പറഞ്ഞില്ല. 5 മണിക്ക് തൊട്ട് ഈ ഒരു പ്രശ്നമുണ്ട്, ഉച്ച തൊട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നിട്ട് ഒന്നും പറഞ്ഞില്ല ആരോടും? ഇല്ല. ഇവള് എപ്പോഴും വർത്താനം പറഞ്ഞ് അവൻ തെറ്റും. അങ്ങനെ തന്നെ എന്നും പതിവ്. 8 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം മരിച്ചു എന്ന് വിളിച്ചു പറഞ്ഞില്ലേ? അവൾക്ക് അറിഞ്ഞൂന്ന്. അവള് 7 മണി 8 മണി വരെ 8 മണിയായപ്പോഴേക്കും അവൾ അറിഞ്ഞിറക്കണു. എന്നിട്ട് അവരവിടുന്ന് പിന്നെ പോകുന്നത് രാത്രിയിൽ പിന്നെ പോകുന്നത് നേരം വെച്ചാൽ 4 മണിയായിട്ട് അവർക്ക് ഇവിടേക്ക് എത്തിയായിരുന്നേ. എന്നിട്ട് നമ്മളെ ആരും വിളിച്ചില്ല, പറഞ്ഞില്ല. ഈ അവളോട് കൂടി പറഞ്ഞില്ല. അങ്ങോട്ട് പോയി അവളോടെ പോയി ചോദിച്ചപ്പോഴാണ് പറയണത്. എന്താ ഇവള് മൂടി വെച്ചത്? കുട്ടി മരിച്ചതെന്താ ഞങ്ങൾ അറിയണ്ടേ? ഇവള് മൂടി വെച്ചാൽ അറിയില്ല ആരും. അന്വേഷിച്ചതും ഇതിനെ വിട്ട് കിട്ടാൻ അന്ന് പിന്നെ പിറ്റേ ദിവസം എന്താ മെയ്ദിനോ എന്തായിട്ട് ഇതിനല്ല മൊഹറം എന്താ പറഞ്ഞിട്ട് മാപ്പിളാരുടെ ഒരു അവസരമാണ്. അന്ന് പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യില്ല പറഞ്ഞിട്ട് അന്ന് അത് മോർച്ചറിയിൽ കിടന്നു ആരുമില്ലാതെ. എന്നിട്ട് പിറ്റേ ദിവസം പിന്നെ എന്തൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 3-ാം ദിവസമാണ് ഓപ്പറേഷൻ. അവിടെ ഓപ്പറേഷൻ ചെയ്യില്ല അത്ര. ഒന്നും കേടൊന്നുമില്ല. ഒക്കെ ഒരു ഉറങ്ങി കിടക്കണമാതിരി കിടക്കണമെന്നാ. ഇതൊക്കെ അവളതുള്ളതുകൊണ്ട് പറയണത് ഞാൻ കേട്ടത്. അവിടെ കൂടുതൽ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ചാനലൊന്നും ഇടാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക്. അമ്മേനോട് ആരാ പറഞ്ഞത് ഇങ്ങനെ ചേച്ചി ചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത്, വാതിലടച്ച് പോയതെന്ന്? അതിപ്പോൾ അവൾ ഈ സമയത്ത് ഈ മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോയപ്പോൾ അപ്പോൾ അവളും പറഞ്ഞ് കരയുകയാണ്, ഇങ്ങനെ ചെയ്തു. അപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്ത്? ഞാൻ അമ്മയ്ക്ക് ഓണപ്പട കൊടുത്തില്ലേ, അമ്മയ്ക്ക് പൈസ കൊടുത്തില്ലേ, പിന്നെ എന്തിനാ ഇത് ചെയ്ത്? എന്തിനാ ചെയ്ത്? ഞാൻ ഒന്നും ചെയ്യരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ ഇത് ചെയ്ത്? ഇങ്ങനെയൊക്കെ അവൾ പറഞ്ഞതാട്ടോ. എനിക്ക് ഒരു അറിവുമില്ല, അവരെ ഒരു വിവരം ഞാൻ അറിയാറുമില്ല ഒരു കൊല്ലത്തുനിന്ന് കണ്ട്. നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല, വിളിക്കാറും ഒന്നുമില്ലേ? വിളിക്കും. ഞാൻ വിളിക്കാറുണ്ട്. ഇവരായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. അമ്മ ചേച്ചിനെയും മക്കളെ എല്ലാവരെയും വിളിക്കാറുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും വിളിക്കില്ല. അവൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അപ്പോൾ അവരെ എല്ലാവരും ഒന്ന് അന്വേഷിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് ആരും വിളിക്കില്ല. ചേട്ടൻ അമ്മേനെ വിളിക്കാറില്ലേ? ചേട്ടനെ വിളിച്ചായിരുന്നു. അതന്നെ ഈ
ഒരു കൊല്ലം ആവാറായി. ഇതാ ഈ കാലത്ത് തന്നെ തോന്നുന്നു വിളിച്ചത് എന്തിന്, ഇവൾക്ക് ഒരു ഓപ്പറേഷൻ കഴിച്ചു. എന്തിന്റെ സർജറി ആയിരുന്നു? എന്തോ വയറ്റിൻ്റെ ഉള്ളിൽ 2 കായ ഉണ്ടായിരിക്കുക അത്ര. അങ്ങനെ ഒട്ടിക്കൊണ്ടാണ്. അത് വേറെടുത്താൻ പറ്റില്ല, അത് എടുക്കാൻ പറ്റില്ല, അങ്ങനെയാണ് എല്ലാവരും പറയണത്. ഓപ്പറേഷൻ കോഴിക്കോട് നിന്നായിരുന്നോ? ആ അതെ. 3 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഇത്രയും പറ്റില്ല എന്നുള്ള ഓപ്പറേഷൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ്? അവർ 2 മക്കളും പോരുന്നോ കൂടെ? ഒരു മക്കൾ, ഒരാൾ പോയിട്ടുണ്ട്. ഒരാൾ അവളെ എഴുത്തര മകൻ അവർ പോയിട്ടുണ്ട്. ഈ 3 ദിവസം അമ്മ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്? ഇല്ല, ഞാൻ പോയി പറഞ്ഞില്ലേ, ഞാൻ നിന്നില്ല. ഈ പ്രാവശ്യം അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ, ഞാൻ പോയി നിന്നതും ഇല്ല. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു പറഞ്ഞ് വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ എത്ര ദിവസം ഇവിടെ ഈ പോണ ദിവസമല്ലേ പോയി. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ വന്നിട്ട് പോകാമെന്ന് അവൾ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ മകളോടേക്ക് പോയി. അപ്പം മകളോടേക്ക് പോയപ്പോൾ പിന്നെ അവൾ വന്നു, ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു, സുഖമായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ നന്നായി, ഇത് ഇത്രയും ആൾക്കാർ പറ്റില്ല പറഞ്ഞല്ലേ, സാധിച്ചല്ലോ എന്നുള്ള സന്തോഷ വർത്താനമൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പേടി തോന്നിയിട്ടോ, ഈ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് ആർക്കും പറ്റാത്ത ഓപ്പറേഷൻ ഇവർ ചെയ്യാമെന്നും പറഞ്ഞു. എന്തെങ്കിലും ഇവൾക്ക് സംഭവിക്കുമോ എന്നുള്ള പേടി. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതൊരു തെറ്റാണോ? അത് ഞാൻ പറഞ്ഞത് തെറ്റാണോ? അത് പറഞ്ഞിട്ട് എൻ്റെ മകനെ അവൾ പിരിച്ച് കയറ്റി. അവളെ നമ്മൾ ചോക്കും പറഞ്ഞിട്ട് 5-6 ദിവസം കഴിഞ്ഞിട്ടാവും പിന്നെ എന്നെ വിളിച്ചു. അപ്പോൾ വിളിക്കുമ്പോൾ അവൻ നല്ല വർത്താനല്ല പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജാതകത്തിലൊരു ദോഷമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആ ജാതകത്തിൽ ദോഷമുള്ള ഇത് ഞാൻ മറച്ചു വെച്ചിട്ടല്ലേ ഞാൻ അവളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും അതൊരു മോശമല്ലേ? അമ്മ ഈ ചാവേണ്ട കാലത്ത് നുണ പറഞ്ഞ് അവൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞൊരു മാസം കഴിഞ്ഞാൽ എന്തായി വർത്താനം പറഞ്ഞാൽ അവൾക്ക് പറ്റാനുള്ളത്? അവൻ എന്നെ ഇങ്ങനെ ഈ ജീവിതത്തിൽ അവൻ ഒരു വർത്താനം പറഞ്ഞിട്ടില്ല എന്നോട്. അങ്ങനെ എന്നെ കുറേ അവമാനിച്ചു. ചാവേണ്ട കാലത്ത് ഞാൻ നുണ പറഞ്ഞു എന്ന്. അതായത് അമ്മ പറഞ്ഞത് ഇങ്ങനെ ഒരു സർജറി വന്നപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞൊരു കാര്യം അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷമം പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഈശ്വരനെ വിചാരിക്കില്ല, ഞാൻ അങ്ങനെ ഒരുത്തിയാണെന്ന് അവൻ പറഞ്ഞു. അവളെന്ത് പറഞ്ഞാലും എന്നോട് സംശയം തീർത്താലേ അവൻ ആ കാര്യം ചെയ്യുള്ളൂ. അങ്ങനത്തെ മകനാണ്. ഞാൻ നുണ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ കണ്ട നുണക്കെ വിളിച്ചത് തന്നെ. അപ്പോൾ അവൻ്റെ മനസ്സങ്ങനെയുണ്ട്. വിളിച്ചതാ, പിന്നെ അവനെ വിളിച്ചിട്ടുമില്ല, അവൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുമില്ല. അതെന്നായിരുന്നു ലാസ്റ്റ് വിളിച്ചതെന്നായിരുന്നു? അതെന്നെ 1 കൊല്ലമായി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഓണത്തിന് വിളിച്ചില്ല? ഇല്ല. പിന്നെ തിരുവാതിര കഴിഞ്ഞു, തിരുവാതിര വിളിച്ചില്ല. ഓരോരോ ആണ്ടത്തേക്ക് വിളിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. തിരുവാതിര ദിവസം വിളിക്കും, വിഷു 1-ാം തീയതി വിളിക്കും, തിരുവോണം വിളിക്കും. അങ്ങനെ ഈ 3 വിളിയും കഴിഞ്ഞു, വിളിച്ചിട്ടില്ല. ഈ ഓണത്തിനും വിളി വന്നില്ല. ഇവള് അങ്ങനെ വിരുന്ന് പോയിട്ട് അവനോട് വർത്തമാനം പറഞ്ഞിട്ട് ഇത് ഫോണിൽ കണ്ട് വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങളുടെ കാര്യം ഇവൾ എപ്പോഴും അവനെ അവമാനിക്കുള്ളൂ. ഞങ്ങൾ മോശക്കാരാണ്, അവരുടെ ആൾക്കാർ നല്ലോളാണ് അങ്ങനെ പറഞ്ഞ ഞങ്ങൾ മോശക്കാരാ പറഞ്ഞാൽ അവന് ഭയങ്കര ദേഷ്യം വരും, വേഗം ദേഷ്യം വരും. ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിറ്റന്നാ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അമ്പലത്തിലേക്ക് പോകുക പതിവുണ്ടല്ലോ, അമ്പലത്തിൽ നിന്ന് പോയി തൊഴുതിട്ട് വരും പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. അമ്പലത്തിൽ പോയി തൊഴുതാൽ നമ്മൾ വീട്ടിലേക്ക് വരണ്ടേ, ആദ്യത്തെ പുറത്തിറങ്ങി വരികയല്ലേ. പെണ്ണ് ഒന്നില്ല, അവൾ സിനിമയ്ക്ക് കൊണ്ടുപോയി. അവൾ പ്രഹരിപ്പിച്ച്. എൻ്റെ മകന് പെണ്ണുങ്ങൾ TV കാണുന്നതോ സിനിമ കാണുന്നതോ ഇഷ്ടമല്ല. അവൾ അങ്ങനെ അവനെ കൊണ്ടുപോയി. എന്നിട്ട് സിനിമ കഴിഞ്ഞ് വന്നിട്ട് ഇവനെ നിർബന്ധം കൊണ്ടാണ് പോയി എന്ന് പറയിപ്പിച്ചവൾ. ഇവൻ നിർബന്ധിച്ചിട്ടാണ് അവൾ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയതാണ്. സമ്മതിച്ചില്ല, സിനിമ കാണാൻ പോകണം നിർബന്ധിച്ചു ഏട്ടൻ, അതുകൊണ്ടാണ് പോയി എന്ന് പറഞ്ഞു. അതായിക്കോട്ടെ, ഇനിയിപ്പോൾ പോയി വന്നില്ലേ, അതിന് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോന്നിനും അവൾ ഓരോരോ കാരണം അവളുണ്ടാക്കും, അവൾ മകളെ കുറ്റം പറയും. അതിന് നമ്മൾ വഴക്കും വേണ്ടാത്തിട്ട് ഞങ്ങൾ ഒരു കാര്യം അവിടെ വർത്താനം. ഇപ്പോൾ 19 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്, 19 വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. ആ കല്യാണം കഴിഞ്ഞുകൊണ്ട് എന്താ അവളെ ഞങ്ങൾ ദ്രോഹിച്ചു പറയണ്ട. ഇവിടെ ഞങ്ങൾ ദ്രോഹിച്ചു എന്നൊന്ന് പറയിപ്പിക്കാൻ ഒരാളുണ്ടോ? ഞങ്ങൾ ദ്രോഹിച്ചതൊന്ന് കേൾക്കട്ടെ. ചോറ് തിന്നാൻ കൊടുത്തില്ല പറയുന്നവൾ. ചോറ് ഞാൻ വിളമ്പി കൊടുത്ത അവൾ പകുതി ഒഴിക്കും. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ഞാൻ വിളമ്പി കൊടുത്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാനായിട്ട് വിളമ്പി തന്നോളും വേണ്ടത്, എന്തിനാ അപ്പം ഞാൻ വിളമ്പി തന്നെ പിന്നെ ഈ ഒഴിക്കല്ലേ. അങ്ങനെ പിന്നെ ഇന്ന് വരെ ഞാൻ അവൾക്ക് ചോറ് വിളമ്പി കൊടുത്തിട്ടില്ല.
4 ദിവസം വരെ ഞാൻ വിളമ്പി കൊടുത്തുള്ളൂ. അന്ന് എല്ലാവരും സഭ കൂടി ഉണ്ണാൻ എല്ലാവർക്കും വിളമ്പി കൊടുക്കും. അങ്ങനെ ഞാൻ കഴിഞ്ഞു. പിന്നെ അവൾ എപ്പോഴും ഒഴിക്കുകയാണ്. അപ്പോൾ വേണ്ടത് വിളമ്പി തിന്നോ പറയും. അവൾ ഭർത്താവിന് അവൾ കൊടുക്കില്ല. ഭർത്താവിൻ്റെ ഒപ്പം ഇരുന്ന് ഉണ്ണില്ല ഈ പെണ്ണൊരുത്തി. അപ്പോൾ അവന് ഞാനാ കൊടുക്കുക. മകന് ഞാൻ വിളമ്പി കൊടുക്കും. അവൾക്ക് വേണ്ടത് അവൾ പോയതിൻ്റെ ശേഷം ഉണ്ണും. അങ്ങനെ കഴിഞ്ഞിറന്ന് അവൾക്ക് ഞാൻ തിന്നാൻ കൊടുക്കില്ല, ഞാൻ അങ്ങനെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് പറഞ്ഞു. അവിടെ വീട് കയറ്റിയിരിക്കുന്ന മകളുണ്ടല്ലോ, അവളുടെ ഭർത്താവിന് തലയ്ക്ക് സുഖമില്ല. വീട്ടിൽ കൊടുന്ന് അവിടെ ആ വീടൊക്കെ പൊളിഞ്ഞു പോയി. അവിടെ കഴിയാൻ പറ്റാതായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൊടുന്ന് ഒരു റൂമിൽ അവനെ ആക്കിയേർക്കുക, പുറത്തേക്ക് അത് വിടാതെ. അപ്പോൾ അങ്ങനെ ഇരിക്കണ ഇവൾക്ക് തീയും കഴിഞ്ഞാൽ അവളെ റൂമിൽ കിടക്കല്ലേ കൊണ്ടു ഞാനും എൻ്റെ മക്കളും കുറേ നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഈ തിണ്ടത്ത് ഈ റൂമിലേക്ക് ഇങ്ങനത്തെ കൊലായ ഇങ്ങനെ അവിടെ തിണ്ട് ഇങ്ങനെ ആ തിണ്ടത്ത് ഈ കൊലായിലേക്ക് ഇവൻ്റെ റൂമിലേക്ക് നോക്കി കിടക്കും. അപ്പോൾ ഇവന് ഭ്രാന്തളകും. അപ്പോൾ ഈ അകത്ത് പോയി കിടന്നാ പറഞ്ഞാൽ അവൾ ജമ്മത്ത് അകത്തേക്ക് പോയില്ല. അപ്പോൾ അകത്തേക്ക് പോയില്ല. എന്നിട്ട് പിന്നെ ഇവൾ എന്ത് പറഞ്ഞാലും ഇവൾ അകത്തേക്ക് പോയേ ഇല്ല. എന്നിട്ട് പിന്നെ അവൾ താഴത്തിറങ്ങി കിടന്നു. താഴത്ത് അടുത്തന്നെ കിടന്നു. അപ്പോൾ വഴി കൂടെ പോകണം. അവിടെ വഴി അധികം കണ്ടില്ല, അത്ര അടുത്തുള്ള വഴിയാണ്. അങ്ങനെ ആൾക്കാർ പോകണടുത്ത് എന്തിനാ കിടക്കുന്നത്, ഈ അകത്ത് പോയി കിടന്നാൽ ഈ എന്തിനാ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്, ഊണ് കഴിഞ്ഞാൽ കിടക്കല്ലേ വേണ്ടു, എന്തിനാ ഇവിടെ കിടക്കുക. പെണ്ണിൻ്റെ കുട്ടിയാണെന്ന് വെച്ചാൽ കേട്ടില്ല. എന്നിട്ട് അവളെ വീട്ടിലേക്ക് വിളിച്ചു, ഇവിടെ അകത്തേക്ക് ഒന്ന് കിടത്താൻ ഞങ്ങൾക്ക് പറ്റാണ്ട്. വീട്ടിൽ വിളിച്ചാൽ അമ്മ വന്നു, ആങ്ങളെ വന്നു, അടുത്ത് 4 ആൾക്കാർ വന്നു. ചേച്ചിൻ്റെ അമ്മയും എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്നിട്ട് അവർ പറഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് അവനെ പിടിച്ച് വലിച്ച് അങ്ങനെ അകത്തേക്ക് കൊണ്ടിട്ടതാണ്. അപ്പോൾ പിന്നെ അമ്മ വന്നല്ലോ, അമ്മയോട് പറഞ്ഞു നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും എന്താ അങ്ങനെ ഒരു സ്വഭാവം. അപ്പോൾ മനസ്സിലാക്കും പറഞ്ഞിട്ട് ഈ ആളെയും വന്നവരും കൂടി പോയി. ഈ അമ്മേനെ ഇവിടെ മകളെ സ്വഭാവം നന്നാക്കാൻ ഇവിടെ നിർത്തിയിട്ട് അമ്മ ഒന്നും പിന്നെ ഇത് ഒക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയാൽ പിന്നെ നമുക്ക് കിടക്കാമല്ലോ പറഞ്ഞിട്ട് കിടക്കാൻ നോക്കുമ്പോൾ അമ്മ ഞാനും ഇവിടെ വീഴുകര ഇടവഴിയിൽ താഴത്ത് ഞാനും എൻ്റെ മകളും കിടന്നു. മുകളിൽ ഉള്ള അമ്മയ്ക്കും തലാണി വിരിച്ചു കൊടുത്തു. ഈ അമ്മ ആ പെണ്ണിൻ്റെ കുട്ടിയാണെന്ന് വെച്ചാൽ കിടക്കൂല്ല, മുണ്ടുമില്ല. കാരണം എന്താ പറയുന്നത്? അതിനൊരു കാരണമില്ല, ഇവള് അകത്തേക്ക് പോയില്ല, അത്രേ ഉള്ളൂ. അനുസരിക്കാൻ മടി. അനുസരിക്കില്ല, അതന്നെ. അവന് അത്ര വിലയുള്ളൂ, അവനെ വിലയില്ല എന്ന് അവൾക്ക് അവനെ പറ്റിയിട്ടില്ല ചുരുക്കം മുതൽ. പക്ഷെ ചേച്ചി പറഞ്ഞത്, ആ വീഡിയോയിൽ ചേച്ചി പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്, അറിയില്ല. ആ വീഡിയോയിൽ ചേച്ചി പറഞ്ഞത് എന്തൊരു പ്രശ്നം വന്നാലും ചേച്ചിയാണ് അങ്ങോട്ട് പോയി സോറി പറയുക. ചേട്ടൻ ഇതുവരെയും ചേച്ചീൻ്റെ അടുത്ത് അങ്ങോട്ട് പോയിട്ട് ക്ഷമ പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. ചേട്ടൻ എന്താണോ പറയുന്നത് അത് കേട്ടിട്ടാണ് ചേച്ചി നിന്നിട്ടുള്ളത്. അത്രയും താഴ്ന്ന് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. നേരെ തിരിച്ചാണ്. പക്ഷെ അവൻ അങ്ങനെ, പക്ഷേ അവനെ അനുസരിക്കണോളല്ല. അത് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ 16 കൊല്ലത്തോളം അവൾ അവിടെ ഇരുന്നു. ഞങ്ങളെല്ലാവരും കൂട്ടുകുടുംബമായിട്ട് താമസിച്ചല്ലേ തറവാട്ടിൽ? അതെ, കൂട്ടുകുടുംബം പറഞ്ഞാൽ ഞാൻ 5 മക്കളേ ഉള്ളൂ. അതിലിപ്പോൾ 2 പെണ്ണുങ്ങളാ വന്നിട്ടുള്ളൂ. 2 പെണ്ണുങ്ങളെ കൊടുക്കുകയും ചെയ്തു. അത് കൊടുത്തത് ഒന്നിങ്ങനെ തലയ്ക്ക് സുഖമില്ലാതായിട്ട് അത് വീട്ടിൽ തന്നെ വന്നു. ഒന്ന് അപ്പോൾ 19 എൻ്റെ മൂത്തതാ. പിന്നെ ചെറുതൊന്നിനെ കല്യാണം കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരുള്ളൂ ഞങ്ങൾ. പുറമൊരു ഇതില്ല, ആരുമില്ല. അവരുടെ അടുത്തൊക്കെ എങ്ങനെയായിരുന്നു? അതായത് അനിയൻ്റെ അടുത്ത്, അനിയൻ്റെ ഭാര്യേൻ്റെ അടുത്ത്, അവരുടെ അടുത്തൊക്കെ എങ്ങനെ, നാത്തൂൻ്റെ അടുത്തൊക്കെ എങ്ങനെയായിരുന്നു? ഒരു കുഴപ്പമില്ല. അവരെ കൊണ്ടൊന്നും ആരും എൻ്റെ മക്കൾ പണിയിപ്പിക്കില്ല. രാവിലെ ഒരിത്തിരി ആ മുറ്റം 4 പുറമുള്ളത് പകുതി അവളടിക്കും, പകുതി ഇവളടിക്കും. എന്നിട്ട് അപ്പോൾ അവൾക്ക് തലവേദനയാണ്. എന്താ നീക്കാത്തത്, കുളിക്കൊന്നും ചെയ്യാത്തത് പറഞ്ഞാൽ തലവേദനയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, തലവേദന അടിച്ചൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാമെന്നു. എന്താണെന്ന് അറിയാലോ, കൊണ്ടുപോയി നോക്കുക. അപ്പോൾ ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട, കുറച്ച് നേരം കിടന്നാൽ മാറും പറഞ്ഞു. എന്നാൽ കുറച്ച് കിടന്നോ, എന്നാൽ മാറിയിട്ട് നീക്കിയെന്നും പറഞ്ഞു. ഞങ്ങൾ പിന്നെ അവളെ ഒന്നും ശല്യം ചെയ്യാൻ പോകണില്ല. അങ്ങനെ ഇതുവരെ കഴിഞ്ഞുള്ളൂ. അങ്ങനത്തെ ആൾ ഞങ്ങൾ എന്ത് ദ്രോഹിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾ ദ്രോഹിച്ചതൊന്നും അവൾ പറയട്ടെ. ആദ്യത്തെ പ്രസവം കഴിഞ്ഞിട്ട് 90 ദിവസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെ കാണാൻ പോയത്. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ, അതായത് ചേട്ടൻ്റെ വീട്ടിലോട്ട് വരണമെങ്കിൽ ഭർത്തൃ വീട്ടുകാരെല്ലാവരും കാല് പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം വീട്ടിൽ കയറിയാൽ മതി എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഇല്ല, അതെന്താ കാരണം എന്നറിയോ? ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ 7-ാം മാസത്തിൽ അവർ കൂട്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ അല്ലേ ഡോക്ടറെ കാണിക്കുന്നത്.
അപ്പോൾ പിന്നെ 9 മാസമായപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം. ഓരോരോ മാസം ചെക്കപ്പിന് പോകണമല്ലോ. ആ ഡോക്ടറെ അടുത്തേക്ക് പോയി എന്ന് അവൾ വിളിച്ചു പറഞ്ഞു. എല്ലാം വിളിക്കലുണ്ടല്ലോ. അപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ പിന്നെ പോയി വരേണ്ട നേരമായപ്പോൾ വിളിച്ചപ്പോൾ അവൾ എത്തിയിട്ടില്ല വീട്ടിൽ. എന്നിട്ട് അന്ത്യമായപ്പോഴാണ് വന്നിറക്കുന്നത്. അപ്പോൾ എന്നാ ഡോക്ടറെ അന്ന് രാത്രിയാകുമ്പോൾ പോയപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, ഡോക്ടർ ദാനന്തരം ഗുളിക കഴിക്കാനാണ് പറഞ്ഞതെന്ന്. ആരൊക്കെയാ പോയത് ഡോക്ടറെ അടുത്ത്? അവളുടെ അമ്മയും അവളായിരിക്കും, ഞങ്ങൾ അറിയില്ല. ചേട്ടൻ പോയിട്ടില്ല? ഇല്ല, അവൻ പണിക്കാ പറഞ്ഞത്. അവൻ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അന്നൊക്കെ ഇവിടെ നാട്ടിൽ പണിയെടുത്ത് നടക്കുക? അവിടെ നാട്ടിൽ ലോറിയാണേ, ലോറി ഓടിക്കായിരുന്നു. അപ്പോൾ അവളെ പോയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ദാനന്തരം ഗുളിക കഴിച്ചോളാൻ പറയും ഒരു ഡോക്ടർ. എന്നാൽ പിന്നെ ഡോക്ടർ തന്ന ലിസ്റ്റൊന്നും തന്നില്ല, ഈ ഗുളിക കഴിക്കാനാണ് പറഞ്ഞ്. ഇങ്ങനത്തെ നുണ പറഞ്ഞാൽ പിന്നെ അവന് ദേഷ്യം വരില്ലേ. പിന്നെ പ്രസവേദനയാണ് തുടങ്ങിയെന്ന് പറഞ്ഞ് പാലക്കാട് അഡ്മിറ്റ് ചെയ്തപ്പോൾ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ പോയിട്ടോ, എന്നെയും കൂട്ടിയിട്ടാണ് പോവാം. 2 പ്രസവം കഴിഞ്ഞാൽ 2 എന്നെ കൂട്ടിയിട്ടാണ് പോവുള്ളൂ. ഞങ്ങൾ 2 പോയി പ്രസവം കഴിഞ്ഞ് അങ്ങനെയായിട്ട് പോന്നു. അപ്പോൾ അവിടെ ഈ വീട്ടിൽ ഞങ്ങൾ തമ്മിത്തല്ലില്ല. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ സ്നേഹം കണ്ട് കൊതിച്ചോളാണ്. അപ്പം ഞങ്ങളെ കൊണ്ടാണ് തമ്മിൽ തല്ലി അടിച്ച് പിരിഞ്ഞു. അവൾ ഇവിടെ ഉള്ളപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ് 3 മാസമായപ്പോൾ തന്നെ പോയി. ഇവളും കെട്ടിയതും കൂടെ അവർ തെരുവിൽ പോയി വാടകയ്ക്ക് ഇരുന്നു. എപ്പോഴാണ് തറവാട്ടിൽ നിന്ന് എല്ലാവരും പോയത്? രണ്ടുപേരും പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞില്ലേ, പരസ്പരം വാക്കുതർക്കമായിട്ട്? വാക്കുതർക്കം ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇതിൻ്റെ ചെറിയ മകളെ കൊണ്ട് ഡോക്ടറേത്തേക്ക് പോവുക. അപ്പോൾ നമ്മുടെ വീട് ചെതൽ പിടിച്ചെടുക്കുക. അതിന് എങ്ങനെ ഈ ഒരു തട്ടിയിട്ടിട്ട് പിന്നെ പട്ടിയിട്ടിട്ട് ഇങ്ങനെ തട്ടിയപ്പരുമ്പ് ഇട്ടിട്ടുണ്ട് റൂമിൽ. അപ്പോൾ അവിടെ എടുക്കാത്ത നമ്മൾ ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ മണ്ണ് വീഴും പറഞ്ഞ് എൻ്റെ വലിയ മകനാ കയറി അത് തട്ടുകയാണേ. അപ്പോൾ തട്ടുമ്പോൾ ആ പാത്രങ്ങളൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ചാൽ അത് പിന്നെ കഴുകണ്ടല്ലോ, അത് ഇടുക. അപ്പോൾ ഈ കട്ടുമ്പിൽ കയറിയിട്ട് ചുമരുമ്പിൽ അവൻ നിന്ന് അതിങ്ങനെ എടുത്തു കൊടുക്കുക. അവൾ ഈ കട്ടുമ്പോൾ കയറുക, താഴത്തേക്ക് വയ്ക്കുക. അപ്പോൾ അന്ന് 8 മാസം ഉണ്ടായിരിക്കുക അവൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, എന്തേ അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ കയറി ഇറങ്ങും ചെയ്യില്ല, അത് അകത്തുനിന്ന് അതൊന്നുകൊണ്ട് വാങ്ങി വെച്ച് ഇവിടെ എനിക്ക് ചോദിച്ചു. അവൻ കുളിക്കുക ദാസൻ. അപ്പോൾ ഇവള് കുളി കഴിഞ്ഞ് നിൽക്കുക അവളെ റൂമിൽ. അപ്പോൾ അതൊന്ന് വാങ്ങി വയ്ക്കാറുന്നില്ലേ പറഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ അങ്ങനെ പോവുകയും ചെയ്തു. പോയി വന്നപ്പോഴേക്കും പോയിരുന്നു. ഇവർ കെട്ടുങ്ങണി എടുത്ത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവർ പോയി പറഞ്ഞു ഇവള്. അപ്പോൾ എന്താ കാരണം ഉണ്ടായി? അതായത് കൃഷ്ണകുമാരചേട്ടൻ്റെ അനിയനും ഭാര്യയും പോയിറക്കണം. കൃഷ്ണകുമാരചേട്ടനൊന്നും ഒരാളും വർത്താനമൊന്നും ഞങ്ങളുടെ അവിടെ ഉണ്ടായിട്ടില്ല. ആരും ഒരു വർത്താനം ഉണ്ടായിട്ടില്ല. അങ്ങനെ പോയി അവരവിടെ കുറേ വാടകയ്ക്ക് ഇരുന്നു. പിന്നെ ഈ അവൾ പോകുമ്പോൾ തന്നെ ഗർഭിണിയാണ്, അത് പ്രസവത്തിന് പ്രസവിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു. അമ്മ ചോദിച്ചപ്പോൾ എന്താ കാരണം പറഞ്ഞേ? ഇത് കൃഷ്ണകുമാരചേട്ടൻ്റെ അടുത്ത് ഭാര്യൻ്റെ അടുത്ത് ചോദിച്ചില്ലേ എന്തുകൊണ്ടാ പോയതെന്ന് ചോദിച്ചില്ലേ? അപ്പം ഞാൻ ഈ പറഞ്ഞത് തന്നെ ഉണ്ടായുള്ളൂ, അവർ പോയിന്ന്. മറുപടി കാരണമൊന്നും പറഞ്ഞില്ല. ഒരു കാരണം എന്നാ കൊണ്ടാന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെയുള്ള കാരണമുള്ളൂ എൻ്റെ അവിടെ എന്തിനും ആർക്കും. എൻ്റെ മക്കൾ എൻ്റെ വീട്ടിലെ പണിയൊക്കെ ഇവർക്ക് മരുമക്കളെ ചൊല്ലിച്ചിട്ട് പരിക്കാട്ടിലൊന്നും നിൽക്കുന്നില്ല. ചോറ് വയ്ക്കണ്ട, കൂട്ടാൻ വയ്ക്കണ്ട, ഒരു അടുക്കളയിൽ ഒരു കാര്യം ചെയ്യണ്ട. എൻ്റെ 2 മരുമക്കളും ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ചെയ്തില്ല. ചോദിച്ചു നോക്കുക, എന്ത് പണിത് മരച്ചോള്. മുറ്റത്ത് ഞങ്ങൾ തീ കത്തിക്കുക. മുറ്റത്ത് കത്തിക്കുമ്പോൾ മഴക്കാലമായാലും ഞങ്ങൾ ആ അടുപ്പിൽ പട്ടയിട്ട് മൂടിയിട്ട് ഞങ്ങളത് ഉപയോഗിക്കും. എൻ്റെ മകള് ഇപ്പോൾ അന്ന് കല്യാണം കഴിയാത്ത ആ മകള് മുറ്റത്ത് നിന്നിട്ട് കുട പിടിച്ചിട്ടാണ് ചോറും കൂട്ടാനും വയ്ക്കുക. വൈകുന്നേരം അരി പഠിച്ച് വന്നിട്ടാണ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ആ വയ്ക്കുമ്പോൾ ഇവർ അകത്തുനിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കും. ഇവള് കയറി ഇറങ്ങും വേണ്ട, ഇവള് മഴയത്ത് തന്നെ വന്നോ. ഇവർ മുറ്റത്തേക്ക് ഇറങ്ങില്ല. അവന് വൈകുന്നേരം കൈയും കാലം കഴിയുക, 2 പെണ്ണുങ്ങളും പുറത്തിറങ്ങില്ല. അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതിന് കുഴപ്പമില്ല ഞങ്ങൾക്ക്. പിന്നെ എന്തപ്പോഴേ ഞാൻ ദ്രോഹിച്ചു എന്ന് പറയണമെന്നൊക്കെ അറിയാത്തത്. ഇവര് പിന്നെ എപ്പോഴാണ് വേറെ താമസിക്കാൻ? ഇവർ പോയി എന്ന് കണ്ടപ്പോൾ ഇവള് തുടങ്ങി കലമ്പാതിൽ. അവന് തൊയിരം കൊടുക്കില്ല, അവനാണായി അവനെ നാണല്ലാത്തവനായിട്ട് നാണം കെടുത്തുക. അതായത് അനിയൻ ആണാണ്, നിങ്ങൾ കൊള്ളരാത്തവനാണ് പറഞ്ഞിട്ട് നാണം കെടുത്ത് തന്നെ. എത്ര പറഞ്ഞാലും ഇപ്പോൾ അവനിപ്പോൾ അത് എപ്പോഴായാലും വേണ്ടേ. അപ്പോൾ ഇവള് കുറേ നീ നുണ പറഞ്ഞ് അവൻ അവർ വീട് അന്വേഷിച്ചു. അവിടെ അടുത്ത് തന്നെ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ താമസിച്ചു. വാടകയ്ക്ക് ഇരുന്നു. അവിടെ പറ്റിയില്ല. അവിടുന്ന് പോയി
ഇത്തിരിയും കൂടി പടക്കി വന്നിട്ട് ഒരു വീട്ടിലിരുന്നു. അവിടെ ഉള്ള നായകം ഒക്കെ ഞങ്ങളറിയാണ്, ഞങ്ങൾ ഈ പരിസരത്തൊന്നും പറ്റില്ല എന്ന്. ആ കുട്ടികൾ പട്ടിണി കിടന്നിട്ട് വളർന്നിരുന്നു. ഇപ്പോൾ അവരുടെ കാര്യത്തിന് എളുപ്പം അവർ തിന്ന് കുടിച്ച് കഴിയാൻ തുടങ്ങിയിരുന്നു. എന്തെങ്കിലും അവൻ അയച്ചു കൊടുത്തത് ഇവള് നാട്ടുകാർക്ക് സപ്ലൈ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഇവള് ഈ കുട്ടികൾക്ക് വയ്ക്കും തിന്നും ചെയ്യില്ല, കൊടുക്കും ചെയ്യില്ല. ആ വാടകയ്ക്ക് ഇരിക്കുന്ന ആ വീട്ടുകാരാണ് ആ കുട്ടികൾക്ക് രാവിലെ ഒരു ഇഡ്ഡലിയോ ചായയോ കൊടുക്കുക. അത് കൊടുത്താൽ അവൾക്ക് പോരായാണ്. അവിടെ നിന്നും പോയി 6 വീടും കഴിഞ്ഞ് 7ാമത്തെ വീടാണ് കയറ്റി വന്നിറങ്ങി. 7ാമത്തെ വീട് പുതിയ വീട് വെച്ചു. വാടക വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് വീട് വെച്ചത്. വാടക വീട്ടിൽ വാടക വീട് ഇവിടെ ഈ പണിക്കൊക്കെ വെള്ളം അടിക്കാൻ വേണ്ടുന്ന വെള്ളം അടിക്കണതേ. ഇവിടുന്ന് വെള്ളം അടിക്കാനും എല്ലാം അവർക്ക് വേണ്ട സമയത്തിന് വെള്ളം അടിക്കാൻ നിർത്താൻ പറയുമ്പോൾ നിർത്താം. അതിന് ഞാൻ അവിടെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് തേപ്പ് തുടങ്ങിയപ്പോഴാണ് അയാൾ കുഴൽ കിണർ കുഴിച്ചത്. ആ സമയത്ത് ചേച്ചി എന്തെങ്കിലും ജോലിക്ക് എന്തെങ്കിലും പോവായിരുന്നു? ഒന്നിനും പോലും. 4 കൊല്ലം തുന്നൽ പഠിക്കാനാ പറഞ്ഞിട്ട് വേഗം തൂക്കിപ്പോയി. ഒരു ജാക്കറ്റ് അടിച്ചാൽ 400 റുപ്യൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ എംബ്രോയിഡറിങ് എന്തൊക്കെയാണ് അത് പഠിക്കാൻ ഒരു ജാക്കറ്റ് അവൾ അടിച്ചു വെച്ചാൽ എന്ത് പറയുന്നു? 4 കൊല്ലം പഠിച്ചിട്ട് ഒരു ജാക്കറ്റ് അവൾ അടിച്ചില്ല. എന്നിട്ട് എന്താ ഈ പഠിച്ചതെന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇവനെ വലിയ പൈസയും വാങ്ങി ഇവള് ഈ രാവിലെ പുറപ്പെട്ട് പോവുക, അന്ത്യാകുമ്പോൾ കയറി വരിക. ചേട്ടൻ എപ്പോഴാണ് ഗൾഫിൽ പോയത്? ഈ 2ാമത്തെ കുട്ടിക്ക് 1.5 വയസ്സാകുമ്പോൾ പോയിരുന്നു. അപ്പോൾ 18 കൊല്ലമായി ആവും ഗൾഫ് പോയിട്ടേ. അതായത് വാടക വീട്ടിൽ നിൽക്കുമ്പം ഗൾഫിൽ പോയതാണോ? അതെ. ഇവിടുന്ന് പോകുന്നവരെയൊന്നും പോയില്ല. വാടക വീട്ടിൽ നിന്നാണ് അവിടെ നിന്നാണ് ഗൾഫിൽ പോയത്. പിന്നെ പുതിയ വീടുണ്ടാക്കിയപ്പോൾ വന്നു. വീട് അവനങ്ങനെ ഇടയ്ക്ക് വരും, അവിടെ വരും പോവും, അങ്ങനെ പോയായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് കാലമൊക്കെ അടുപ്പിച്ച് വരും, ഞങ്ങളൊക്കെ കൂടിയായിരുന്നു. ഇതപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ട് പോകുമ്പോഴൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല, പോയില്ല. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് പോയപ്പോൾ ഞാൻ അവിടെ മകളോടെ നിന്നു. അപ്പോൾ അവൻ പോകുമ്പോൾ എനിക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ പോകുന്നവരെ ഞാൻ പിള്ളവിടെ നിന്നു. ഇവൾക്കും വേണ്ട ഞാൻ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അവൻ പോടുന്ന് കാണാലോ പറഞ്ഞിട്ട് കണ്ടത് തന്നെ ഞാൻ. എന്നാ പോയത്? ഇപ്പോൾ 2.5 കൊല്ലം കഴിഞ്ഞില്ലേ? 2.5 കൊല്ലമായിട്ട് വന്നിട്ടേ ഇല്ല. ഇപ്പോൾ വരേണ്ട സമയമാണ്. അപ്പോൾ ഇപ്പോൾ വരണ്ട, അപ്പോൾ വരണ്ട. ഈ അടുത്ത മാസത്തിൽ അവിടെ പിറന്നാളുണ്ട്, അപ്പോൾ വന്നാൽ മതിന്ന്. ആരാ പറഞ്ഞ? ഭാര്യ പറയുക. ഒരു വീഡിയോയിൽ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂരം കാണാൻ വേണ്ടിയിട്ട് അന്നത്തേക്ക് ലീവ് ചോദിച്ചതാണ്, അല്ലാതെ അതിന് മുന്നേ വരുന്നില്ല, അവർ പറഞ്ഞിട്ടും വരാത്തതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പൂരം അവൻ കണ്ടിട്ടേ ഇല്ല. ഈ ഗൾഫിൽ പോയാൽ പിന്നെ അവന് പൂരമില്ല, വേലയില്ല, ഒന്നുമില്ല. ഈ മക്കളെ പലത്തണം ഭാര്യയെ സന്തോഷിപ്പിക്കണം പറഞ്ഞിട്ടില്ല. ഈ പാടുപാടലും പണി തന്നെ ഉള്ളൂ. ഇതുവരെ പൂരം കാണാൻ അവനൊരാവശ്യം പറയില്ല. ഇപ്പം അവൻ്റെ ആ ലീവ് സമയത്ത് മാത്രമേ അവൻ വരുള്ളൂ. അതെന്താ ഇത് ഹൈസ്കൂൾ പൂട്ടുന്ന സമയത്ത് ഇവിടെ സ്കൂൾ തുറക്കണ കാലത്താണ് അവരുടെ അടയ്ക്കൽ. ആ സമയത്താണ് വരിക. മെയ് മാസമാണ് ഇപ്പം പോവുക. സ്വതവേ എങ്ങനെയാ ചേട്ടൻ്റെ ഒരു സ്വഭാവം? എങ്ങനെയാണ് സ്വഭാവ രീതി? എങ്ങനെയാണ്? ഒരു കുഴപ്പമില്ല അവനെ കൊണ്ട്. അവനങ്ങനെ ഇരുന്ന് എന്തെങ്കിലും പേപ്പർ വായിക്കുകയോ എന്തെങ്കിലും കളക്കരുത് കുത്തുക. അത് രാവിലെ ഇവിടെ ദിവസം പണിയില്ലാത്ത ദിവസമാണ് വെച്ചാൽ 12 മണി വരെ അവൻ പല്ലേക്കില്ല, കുളിക്കില്ല. ഈ ഗ്ലാസ് ചായ കുടിക്കും, അത് കുടിക്കുന്നേ ഉള്ളൂ. പിന്നെ 12 മണിയായാലേ കുളിച്ച് ആ കുറി കണ്ടാവുമല്ലേ, ഒരു കുറിയിലുണ്ട്, ആ കുറിയിട്ട് എന്നിട്ട് ഭക്ഷണം കഴിക്കും. പിന്നെ എപ്പോഴാണ് ഉച്ചാകുമ്പോഴത്തെ ഭക്ഷണം കഴിക്കുക? വീട്ടിലിരുന്നാലും ഇല്ല, രാവിലെ ഭക്ഷണം. ഈ കാലി ചായ കുടിക്കലെന്നെ. ഇപ്പോൾ അതും കുടിക്കണില്ല. അത്ര ഫ്രണ്ട്സ് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ അവൻ്റെ ഒപ്പം പിന്നെ ഇവിടെ ഡ്രൈവിങ് ചെയ്യണ ഒരു ചെക്കൻ്റെ അടുത്ത് വന്നായിരുന്നു. ഇപ്പോൾ മരിച്ചു എന്ന് കേട്ടിട്ട് അവൻ ഇവിടെ വന്നു. ഞാൻ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നു. ഇങ്ങനെ ഇപ്പം എന്നെ വിളിക്കാറില്ല, ഞാനൊന്നും അറിയാറില്ല പറഞ്ഞിട്ട് അവൻ. കൂട്ടുകാരായിട്ടും ഒരു ബന്ധം? ആരായിട്ടൊരു ബന്ധമില്ല. പിന്നെ അവൻ ദുബായിക്ക് പോകുമ്പോൾ കാറിൽ വേറെ കാറ് വിളിച്ച് ആ ഡ്രൈവറും പിന്നെ നമ്മുടെ അടുത്തുള്ള ചങ്ങാതിമാരൊക്കെ ആയിട്ടാണ് കൊണ്ടാക്കൽ അവനെ. ഇതിപ്പോൾ ഈ പ്രാവശ്യം പോകുമ്പോൾ ആരുമില്ല. ഇവളും ഈ ഉണ്ണിയുണ്ടല്ലോ, ആ ഉണ്ണി ഇവളും മാത്രം. ഡ്രൈവറെ കാണിക്കാൻ തന്നെ ഇല്ല. അതാരാ ഡ്രൈവർ എന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ അവർ 2 ആൾ മാത്രമായിട്ടായി. കുട്ടിപ്പെട്ടിയിൽ സാധനങ്ങളൊക്കെ കാറിൽ വയ്ക്കലും ഒക്കെ അവരെ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. അതിന് ഒരാളില്ല. മറ്റത് പോകുമ്പോൾ ഒരു സാധനം ചെയ്യിക്കില്ല തുണക്കാർ. അവനാണ്ട് ഇറങ്ങി കയറുക വേണ്ടു. ഇതെല്ലാം തന്നെ അവൻ തന്നെ പെട്ടി കെട്ടലും എടുക്കലും വയ്ക്കലും ഒക്കെ അവൻ തന്നെ ചെയ്തിട്ടാണ്, ഒരാൾ സഹായമില്ലാതെ. ചേട്ടൻ എത്ര വയസ്സിലാണ് ഈ പണിക്ക് പോയി തുടങ്ങിയത്? എപ്പോഴായിരുന്നു? അവൻ ആദ്യം പിന്നെ അവന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പണി തന്നെ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് പണിക്ക് പോകാൻ തുടങ്ങി. അന്ന് ഇവിടെ ഒറ്റപ്പാലം CM സ്റ്റോറുണ്ടല്ലോ,
CM സ്റ്റോർ പറഞ്ഞൊരു ബേക്കറി കടയുണ്ട്, പല സാധനങ്ങളുള്ള. ആ കടയിൽ എടുത്തു കൊടുക്കാൻ പോയി നിൽക്കാൻ തുടങ്ങി. അവിടെ നിന്ന് അങ്ങനെ പോന്നിട്ടാണ് ഒരു വണ്ടി ലോറിയിൽ കിളിയായിട്ട് പോകാൻ തുടങ്ങി. കിളിയായിട്ട് പോയിട്ട് പിന്നെ അവിടുന്ന് കുറേശ്ശെ ഡ്രൈവിങ് പഠിച്ചിട്ടാണ് പിന്നെ ഡ്രൈവറായത്. അപ്പോൾ ആ വണ്ടിയിൽ പിന്നെ വണ്ടി നിർത്തി കൊടുക്കുമല്ലോ ഡ്രൈവർ. അപ്പോൾ ആ വണ്ടി അവരെ സമ്മതമില്ലാതെ തന്നെ പിന്നെ ഇത് വേഗം ഡ്രൈവറാവണം എന്നുള്ള ആകാംക്ഷ കൊണ്ട് ആ വണ്ടി എടുക്കും, പഠിച്ചു. അങ്ങനെ പിന്നെ അവൻ ആ വണ്ടീനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് അന്ന് വണ്ടി കടക്കില്ല. അത് അടുത്ത വീട്ടിലെ തൊടിയിൽ നിർത്തും. ആ തൊടിയിൽ നിർത്തിയിട്ട് രാവിലെ 3 മണിക്ക് നീട്ട് പോകും കോറിയിലേക്ക്. കുളി കഴിഞ്ഞ് ഒരു കട്ടൻ ചായ വെച്ച് കൊടുക്കും ഞങ്ങൾ. അതും കുടിച്ചിട്ട് അങ്ങനെ വണ്ടിയിൽ 3 മണിക്ക് പോകും. എന്നിട്ട് മുമ്പേ വണ്ടി കൊണ്ടിട്ടാൽ അവർക്ക് മുമ്പേ ട്രിപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു ട്രിപ്പ് കഴിയുമ്പോഴേക്കും ഇവൻ രണ്ടാമതെത്തും ഇത് തട്ടിയിട്ട്. അപ്പോൾ ഒരു ട്രിപ്പ് അധികം കിട്ടിയില്ലേ. അങ്ങനെ മുതലാളിക്ക് വേണ്ടി പണിയണ മകനാ. ഒരാൾക്കും അവനെ കുറ്റം പറയാൻ സാധിക്കില്ല. പൊതുവെ ദേഷ്യപ്പെടുന്ന ഒരു രീതിയാണോ? വെറുതെ ദേഷ്യമൊന്നും പെടില്ല. വല്ലാതെ പെരുകയറ്റിയാൽ ദേഷ്യപ്പെടും. അത് ഇപ്പോഴും വെറുതെ ഒരു അവളാ വർത്താനം കണ്ടോ, അങ്ങനെ ഒരു എന്നുള്ളൊരു വർത്താനം അത് കേട്ട് തല പെരുക്കുമ്പോൾ കുറച്ച് ദേഷ്യപ്പെടും. അതിൻ്റെ മുമ്പ് ഒരു തല്ലുകടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ദേഷ്യം ഉണ്ടെങ്കിലും അവനെ ഒതുക്കുകയേ ചെയ്തിട്ടുള്ളൂ. അമ്മേൻ്റെ അടുത്ത് എന്തെങ്കിലും ഭാര്യേനെ പറ്റി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് പറ്റുന്നില്ല, ഇങ്ങനെ അനുസരിക്കാതെ ഭാര്യ ഇങ്ങനെ അനുസരിക്കാതെ എന്നോട് പറയില്ല. ഞാൻ വേണ്ടാന്ന് വെച്ചോളാൻ പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞേ. ഇതിപ്പോൾ ഞാൻ ഈ കല്യാണം വളയിടാൻ പോയപ്പോൾ വഴക്കുണ്ടായത്. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു. എൻ്റെ അനിയത്തിയൊക്കെ വന്നായിരുന്നേ. അപ്പോൾ നമുക്ക് ഒന്നും നഷ്ടം വന്നിട്ടില്ല. ഇപ്പോൾ ഒരു വളയല്ലേ ഇട്ടുള്ളൂ, ഒന്നും നഷ്ടം വന്നില്ല. വേണ്ടാന്ന് വെച്ചാൽ ഒഴിയിടായിട്ടുള്ളൂ. വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ വന്ന് ലാളുണ്ടാക്കിയതിന് ആ കുട്ടി എന്താ ചെയ്യുന്നത്, അത് അങ്ങനെ അവനങ്ങനെ കള്ളുടിയനായിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനത് മതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്നോട് പിന്നെ അവനെ കുറ്റം പറയാൻ പറ്റുമോ? അവനൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അവനൊക്കെ സഹിച്ചിട്ട് നടക്കുക തന്നെയായിരുന്നു. കല്യാണം എന്നുള്ളത് അന്ന് തൊട്ട് നാണക്കേട് തന്നെ അതിനുണ്ടായിട്ടുള്ളൂ. ഈ വീട് വെച്ചല്ലോ, അപ്പം വീട് വെച്ചതിന് ലോണും കാര്യങ്ങളും വണ്ടി എടുത്തു. പക്ഷേ ചേട്ടൻ അവിടുന്ന് കുറച്ച് പൈസ മാത്രമേ ഇങ്ങോട്ട് അയക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളും മക്കളെ പഠിപ്പും ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ചേച്ചി തന്നെയാണെന്നാണ് പറഞ്ഞത്. ചേച്ചി എന്നാ കാശുണ്ടാക്കാൻ തുടങ്ങിയത്? ഇവള് ജനിച്ചു കൊള്ളുമ്പോൾ ഇവള് ജോലി കൊണ്ടാകുന്നു. ഇപ്പോൾ 3.5 കൊല്ലമായിട്ടുള്ളൂ അവള് പോയി ഈ വായിട്ടലച്ച് കാശുണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അതുവരെ എങ്ങനെ ഒരു കഴിഞ്ഞായിരുന്നു? ലോൺ എടുത്തിട്ടല്ലേ വീടുണ്ടാക്കിയിരുന്നത്? അല്ല, ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുത്തിറക്കില്ല. അത് അവൻ്റെ ലോറിയിൽ അവൻ പണിക്ക് പോയായിരുന്നു. ആ കമ്പനിയുടെ മുതലാളി കയറ്റി കൊടുത്തതാണ്. അയാൾ കോൺട്രാക്ടറുകാരനാണ്. അയാൾ കയറ്റി കൊടുത്തതാണ് വീട്. അതിന് ഇത്ര ഉറുപ്പ്യ ആവുമെന്ന് അയാൾ പറഞ്ഞിട്ടുള്ളൂ. അതിനൊരു എഗ്രിമെൻ്റോ കാര്യമൊന്നും എഴുതിയിട്ടില്ല. അയാൾ സഹായിക്കുമ്പോൾ കൊടുക്കാനും പറഞ്ഞിട്ടാ. എന്നിട്ട് പറഞ്ഞു ദുബായി പോയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് അവരിപ്പോൾ പെട്ടെന്ന് അവർ കാശ് ചോദിച്ചു, അവനെ അവമാനിച്ചു എന്നാ അവർ പറയില്ല. അവനോട് ചോദിക്കില്ല, അവനെ അവമാനിക്കില്ല. അത്ര ഇഷ്ടമാണ് അവനെ ആ മുതലാളിക്ക്. ആ മുതലാളി മരിക്കുകയും ചെയ്തു. ആ മക്കൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ് അപ്പോൾ ഇവള് പറയണത്. ആ മക്കളറിയില്ലല്ലോ ഇപ്പോൾ ഇത്. ആ മക്കൾ അറിയണം. അപ്പോൾ ഒരു 5.5 ലക്ഷത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, വീട് പണിക്കായിട്ട് എടുത്തതാണ്. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ? അതല്ല, ആ കടം എടുക്കേണ്ടി വേറെ കടം. അവൻ അത്യാവശ്യം ജീവിക്കാനുള്ളൊരു വീടും വരെയൊക്കെ ഉണ്ടാക്കി. അപ്പം അതിൽ കുറേ പോളിഷ് ചെയ്തിറക്കണുണ്ടോ. അതിന് അവൾ കടമെടുത്ത് അവൾക്ക് ഇത്ര 1 ലക്ഷം റുപ്യ മാസം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു അവൾ കടമെടുത്തിട്ടുണ്ട്, അവളെ നിന്ന് കടമെടുപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അവളിപ്പോൾ പറയണതല്ലാതെ മുമ്പ് ഞാനൊന്നും കേട്ടില്ല. 10 പൈസ കടമില്ല. വീട് അവൻ്റെ മുതലാളിയെ കയറ്റി കൊടുത്തു. കാറ് മേടിച്ചതാരാ? കാറ് മേടിച്ചത് അവൻ. മക്കള് എന്തോ പിറന്നാളിനോ എന്തിനോ സമ്മാനം കൊടുത്താന്നൊക്കെ പറയുന്നത്. എന്നാ അവർക്ക് കാശ് കിട്ടാൻ തുടങ്ങി. ഈ ഒരു കാറ് വാങ്ങാൻ കാശ് ഇത്തിരി വേണ്ടേ? കാറ് വാങ്ങിയിട്ട് കുറേ ആയോ? ഇല്ല. കാറ് വാങ്ങിയിട്ട് അല്ല അധികമൊന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഈ കാശ് കിട്ടാൻ തുടങ്ങണേ. ഇപ്പോൾ ഒരു കൊല്ലത്തിന് കണ്ട അവൾക്ക് കാശ് കിട്ടാൻ തുടങ്ങിയിട്ടില്ലേ. അതിൻ്റെ മുമ്പേ ഉച്ച വരുമാനം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കാറൊന്നും വാങ്ങില്ല. കാറ് വാങ്ങിയതൊക്കെ അവൻ തന്നെ. അതിന് അടവോ കാര്യങ്ങളെന്തെല്ലാം ഉണ്ടോയെന്നൊന്നും അറിയില്ല. അത് അത്ര അവരുടെ കാര്യമൊന്നും എന്നോട് പറയൂല. അല്ലാതെ അവൾക്ക് കിട്ടാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു കൊല്ലം ആയിട്ടാണ് ഇപ്പോൾ തോനെ പൈസയൊക്കെ കിട്ടാൻ തുടങ്ങിയത്. ഈ മുന്നേ ഇങ്ങനെ ഒരു ആത്മഹത്യാശ്രമം നടത്തിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവൾ ശുദ്ധ നുണ പറയേണ്ടത്. എൻ്റെ മകൻ അങ്ങനെ നടത്തിയാൽ പിന്നെ അത് നടന്നിരിക്കും.
പിന്നെ അവനത് നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല, വരൂല്ല. ഈ വിവാഹമോചനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പം എന്നിട്ടും പിന്നെയും രണ്ടാമതും ജീവിതം തുടങ്ങിയതാണ്. അതൊക്കെ അവൾ നുണ പറയണത്. അതാ പയ്യാൻ പറയില്ല, എന്ത് യോഗ്യത ഇവള് പറയണതാ ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു എന്നാ പറയണത്? 18 വയസ്സ് മുതൽ ഒരുപാട് അനുഭവിച്ചു. എന്തെന്നാ ഞാൻ ചോദിക്കണത്? എന്തനുഭവിച്ചു? അവള് ഞങ്ങളെ ദ്രോഹിക്കുകയല്ലാതെ എന്താ ഞങ്ങൾ അവളെ ദ്രോഹിച്ചിരുന്നത്? അമ്മേനോട് അവര് മക്കളൊക്കെ എങ്ങനെയാ, പേരക്കുട്ടികളൊക്കെ എങ്ങനെയാ? കുട്ടികളൊന്നും കുഴപ്പമില്ല, വിളിക്കും, സംസാരിക്കും. അവര് അച്ഛനെ പറ്റിയൊക്കെ പറയാറില്ലേ? അവരുമായിട്ട് നല്ല രീതിയിൽ തന്നെയല്ലേ അച്ഛനും മക്കളും? അച്ഛനും മക്കളും അമ്മ എന്താ പറഞ്ഞാൽ അതേ മക്കളും ചെയ്യൂലേ, അതേ പാടുള്ളൂ. അതിനപ്പുറം ഇന്നത് പറയും ഇന്നത് ചെയ്യുന്ന അവള് പഠിപ്പിച്ച കുട്ടികൾക്ക് പറയാൻ പാടുള്ളൂ. അമ്മ പറയുന്നതിനപ്പുറം പോവാത്ത മക്കളാണ്. പോവാത്ത അത് അവളുടെ കഴിവാന്ന് അവളുടെ വിചാരം, അവളുടെ കഴിവാണത്. അവള് അങ്ങനെ മക്കളെ അനുസരിക്കണ മക്കളാന്ന് അതിന് എല്ലാം നിവൃത്തിയില്ല കുട്ടികൾക്ക്. ചേട്ടൻ മക്കളെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു? ഈ കുട്ടികളെയും വിളിച്ചറിഞ്ഞു, പിന്നെ അവളുടെ നാട്ടിലുള്ള അവിടെ ഉള്ളവരെയും വിളിച്ചറിഞ്ഞു അവൻ. അതെന്താ അതൊന്നും അവൾ പറയാത്ത? ഈ മരിക്കണ സമയത്ത് ഇവള് വിളിക്കുന്ന സമയത്തേ മക്കളെ വിളിച്ചിരുന്നു. മക്കളെ വിളിച്ചായിരുന്നു. അതൊക്കെ അവർ പറഞ്ഞതാണ്, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അമ്മയ്ക്ക് ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല, അവള് കൊന്നതാണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഒരുപാട് ഇങ്ങനെ മോശം കമന്റുകൾ വരുന്നുണ്ട്. എന്താണ് സത്യം എന്ന് പലർക്കും അറിയില്ല. സത്യം അറിയണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പം അനിയൻ പറഞ്ഞിട്ടുള്ളത് പരാതി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവനൊരു ദോഷം വരരുത്, ഞങ്ങൾക്ക് അവളെ പേടിയാണ്. അത് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. അതൊക്കെ എന്താ ആർക്കാ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയാം? ഇനി എന്താ സത്യാവസ്ഥ അറിയുന്നത്? എന്താ അതിൻ്റെ ഒരു അർത്ഥം? നമ്മളെന്തെങ്കിലും പറഞ്ഞു വെച്ചെങ്കിൽ അത് അപ്പം കഴിഞ്ഞില്ലേ. ഇത് ഞാൻ അവളോടാ പറഞ്ഞു, അവൾ എന്തിനാ അതിനെ വിരികയറ്റി എന്നോട് കൊണ്ടാതാക്കിയത്? അത് ഒരു ഉപായ കഴിവാത്. ഒന്നാമത്തെ കാര്യം എല്ലാ പെറ്റമ്മടമാരെല്ലാം ഞാനേ 5 എണ്ണത്തിൻ്റെ 14 വയസ്സിന് കണ്ട് 8 വയസ്സ് പ്രായമുള്ള മക്കളാ എനിക്ക് തന്നിട്ട് പോയ അച്ഛനാണ്. അച്ഛനെപ്പോഴും 10 വയസ്സേക്ക് അച്ഛൻ പണിതിട്ടില്ല. ഞാൻ കണ്ടിട്ട് അച്ഛനും പുലർത്തായിരുന്നു. 7 കൊല്ലം പണിക്ക് പോകാതിരുന്നുണ്ട്. അന്ന് തറവാടും വീടും കൃഷിയും അമ്മായിച്ചനും അമ്മായിയും ഒക്കെ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ കഴിഞ്ഞ് ഈ 7 കൊല്ലം കൊണ്ട് ഞാൻ 5 പ്രസവം കഴിഞ്ഞ് അമ്മായിച്ചനും അമ്മായിയമ്മയും മരിക്കും ചെയ്തു. അവരെയും നോക്കി മരിപ്പിച്ചു. എന്നിട്ട് ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങിയതാ. അപ്പോഴേക്കും അച്ഛനും കുറേ കൃഷിയും കുറേ സ്ഥലങ്ങളൊക്കെ വിറ്റു. അന്ന് വിലയില്ല, ഒരു സെൻറ്റിന് 50 റുപ്യ 20 റുപ്യൊക്കെ കിട്ടുക. അപ്പോൾ ഇത് ഇത്ര കാലം വിറ്റ് തിന്നാണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് ഓരോ കക്കോട്ട് വാങ്ങിക്കൊടുക്കും. അവർ കളച്ചോട്ടെ, അവരവരെ വണ്ണാൻ പറഞ്ഞ് കളക്കാലെ പറഞ്ഞ് ഞാൻ പണിക്കിറങ്ങിയ ആളാണ് ഞാൻ. 60 വയസ്സ് വരെ എനിക്ക് കൂലിപ്പണി തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതെൻ്റെ മകനാണ് എനിക്കതിന് ക്യാഷ് തന്നത്. സമുദ്രാസ്പത്രി കൊണ്ടുപോയപ്പോൾ അയാൾ എൻ്റെ കാല് മുറിക്കാൻ 15,000 റുപ്യ ഒന്ന് കെട്ടി വെച്ചാൽ നാളെ കാല് മുറിച്ച് തരാൻ പറഞ്ഞു. അപ്പം അവിടെ നിന്ന് തന്നെ എനിക്ക് ECG വെച്ചായിരുന്നു. ഒക്കെ വലിച്ചു വാരി അവൻ പോയി. ഞാൻ ഇവിടെ മുറിക്കാണിച്ചാൽ ഇവിടെ മുറിക്കില്ല, അത്ര മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടേ മുറിക്കുള്ളൂ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അവർ അപ്പം തന്നെ അതൊക്കെ കീറിയെടുത്ത് വെറുതെ കെട്ടി. 3-ാം ദിവസം ഈ പപ്പടം വരുമ്പോൾ പൊള്ളച്ച ഈ മുറിയാണ്ട് കൂടിയായിരുന്നു. അവൻ മരിച്ചിട്ട് എത്തിയിട്ടില്ല. അതിൻ്റെ മുമ്പ് എനിക്ക് പെൻഷനൊക്കെ കിട്ടൂലേ അമ്മാന്ന് അവൾ എന്നോട് ചോദിക്കണേ. പെൻഷൻ കിട്ടൂലേ? ഇത് വിധവാ പെൻഷൻ കിട്ടൂലേന്ന്. കൃഷ്ണ ചേട്ടന്റെ ഭാര്യക്ക് ഇനി വിധവാ പെൻഷൻ കിട്ടൂലേന്ന് മുമ്പേ ചോദിച്ചു. എന്നോട് ചോദിക്കുക. അവൻ മരിച്ച് അവൻ വീട്ടിലെത്തിയിട്ടില്ല. അതിൻ്റെ മുമ്പേ അവൾ ചോദിക്കുക എന്നോടേ ഞാൻ എന്താ അവളോട് പറയണ്ടത്? മരിച്ച് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് തന്നെ വിധവാ പെൻഷൻ കിട്ടുമെന്ന് അമ്മേൻ്റെ അടുത്ത് ചോദിച്ച ആളാണ്. അപ്പൊ ആ ആൾക്ക് ഭർത്താവ് മരിച്ചതിൽ ഒരു വിഷമവും ഇല്ലെന്നാണ് അമ്മ പറയുന്നത്. അതെ, അവൾക്കൊരു വിഷമവും ഇല്ല. അവള് കാരണമാണ് എൻ്റെ മരിച്ചെന്ന് ഞാൻ ആരോടും പറയും. അവിടെ എന്തെങ്കിലും ഇപ്പം ചേട്ടൻ മരിച്ചതിന് ശേഷം അവിടെ എന്തെങ്കിലും പൂജ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നോ? അതിപ്പോൾ അത് ലോക സഹജ, അവൾക്ക് മാത്രമൊന്നുമല്ല. അപ്പം ഇവിടെ ഇതുപോലെ ഈ വീടിൻ്റെ അപ്പുറത്തൊരു പെണ്ണ് അതുപോലെ ചെയ്തു. അവള് വലിയ വിഷം കലക്കി കുടിക്കുകയാണ് ചെയ്തു. അവൾ 10-12 ദിവസം ആസ്പത്രി കിടന്ന് അവൾ മരിച്ചു. അവൾ മരിച്ചത് 2 മാസത്തെ പെല. ഈ മാസം അവസാനം മരിച്ച അടുത്ത മാസമല്ല പെല പോലെ അതാണ് ഈ പെല ഇരുത്തുങ്ങപ്പെടും പറയും. അതുമാതിരി അപ്പം ഇതുണ്ടായത്. ഇപ്പം തിരുവോണനാൾ തന്നെ അവന് സുഖമായിട്ട് സന്തോഷത്തോടെ കഴിയണം വെച്ചിട്ടാണ് എല്ലാവരും ജോലിക്ക് പോയി. ഇവൻ ജോലിക്ക് പോവാതിരിക്കുക. അവൾക്കും പോകണം വലിയുടെ കർമ്മം ചെയ്യുക. നമ്മൾ അകർമ്മടുത്ത് പോയി ക്രിയ ചെയ്യുമല്ലോ, അതിന് അവളും പോകണം. അപ്പോൾ അത് ഭാര്യമാർ പോക്കൊന്നും ഇല്ല.
വേണമെങ്കിൽ പോവുകയും ചെയ്യാം. അങ്ങനെയാണ്. ഇപ്പം അങ്ങനെയായിരുന്നു. പണ്ട് അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ പോവാ, വേണ്ടെങ്കിൽ പോകണ്ട. അപ്പോൾ അവൾക്കും പോകണം പറഞ്ഞ് പുറപ്പെട്ടു. നോക്കുമ്പോൾ അവിടെ പോയാൽ നമ്മൾ 10-11 ദിവസമല്ലേ പോയി ക്രിയ ചെയ്യണത്. ഓരോ കർമ്മത്തിന് ഓരോ മുങ്ങൽ മുങ്ങിയിട്ട് വരണം. ഈ 11ാമത്തെ ദിവസത്തിന് 11 മുങ്ങൽ മുങ്ങണം പുഴയിൽ. അത് അവൾക്ക് സഹിക്കില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അപ്പോൾ അവൾക്ക് വയ്യ, അവൾക്ക് തീരെ വയ്യ, അവൾ പോണില്ല എന്നാക്കി. ഇത്ര സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന്റെ ചടങ്ങ് ചെയ്യാൻ അവൾക്ക് വയ്യ, പോകണം എന്ന് പറഞ്ഞതാണ് അവൾ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സംഭവം എന്ന് അറിഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അതാണ് അവളുടെ സങ്കടം. അത്രയും ചെയ്യാനുള്ള മടി കൊണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യമേ കുളിക്കില്ല, മേക്കപ്പ് മാത്രമേ ഉള്ളൂ പണ്ട് തന്നെ. ഇതിപ്പോൾ രാവിലെ നിർത്തിയില്ലല്ലോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ അന്നവിടെ ഇറങ്ങി പോന്നാൽ അവർ കുളിക്കില്ല, ഒന്നും ചെയ്യില്ല. അവൻ്റെ കുട്ടിക്കൊരു ഗതി കിട്ടില്ലല്ലോ വെച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് തന്നെ ഈ വെള്ളങ്ങളും കൊടുക്കാമല്ലോ പറഞ്ഞിട്ട്.